കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പ്രതികാൽ നമ്മുടെ നടുവിലായിരിക്കുന്ന ഈ സാമുടി പാസ്റ്ററെ ഓർത്തും ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുന്നു. ഒരു കൂട്ടായ്മ ഒരുമിച്ച് ലഭിച്ചതിൽ വളരെ സന്തോഷം. മറ്റ് കടന്നു വന്നിട്ടുള്ള എല്ലാ ദൈവമക്കളെ ഓർത്തും ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ കംപ്ലീറ്റ് ലീഡിങ് ഈ ഗ്രൂപ്പാണ് ചെയ്യുന്നത്. ബി ഗ്രൂപ്പാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്നത്തെ മെസ്സേജ് തിരിഞ്ഞ് എൻ്റെ കയ്യിലേക്കാണ് തിരിഞ്ഞെത്തി വന്നത്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2 മാസത്തോളമായി ഞാൻ അടുത്ത ഒരു മെസ്സേജിന് ഒരു ഗ്യാപ്പ് വന്നിട്ട്. ഇടയ്ക്ക് വ്യാഴാഴ്ചകളിൽ പറയാറുണ്ടെങ്കിൽ പോലും ഒരു 2 മാസത്തിൻ്റെ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ ഇന്ന് മെസ്സേജുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. സത്യത്തിലൊരു ഒരു ഭയമുണ്ടോ? ഇന്ന് എനിക്ക് ഞാൻ എൻ്റെ അവിടെ ഇരിക്കുന്ന ഡയറിക്കകത്ത് ഏകദേശം ഒരു 4 ടോപ്പിക്ക് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ മെസ്സേജ് എന്നോട് സംസാരിക്കുക എന്തെങ്കിലും ടോപ്പിക്കുകൾ കിട്ടുമ്പോൾ ഞാൻ ആ ടോപ്പിക്കിൽ എഴുതി വെക്കാറുണ്ട്. ഏകദേശം ഒരു 4 ടോപ്പിക്ക് എൻ്റെ കയ്യിലുണ്ട്. നോർമലി ഞാനത് ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളത് സത്യമാണെങ്കിൽ പോലും എൻ്റെ ഒരു 4 ടോപ്പിക്കുകൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ദൈവം എന്നെ വേറൊരു സബ്ജക്റ്റിലേക്ക് എന്നെ കൊണ്ടുപോയി വളരെ വേഗത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് സുപരിചിതമായ ഒരു വേദഭാഗത്തിലൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എനിക്കും ഞാൻ എൻ്റെ വീട്ടിൽ, എൻ്റെ കുടുംബത്തിൽ ഞാൻ ആ മെസ്സേജ് എൻ്റെ ഒരു മുഖവരയോ അല്ലെങ്കിൽ എൻ്റെ കോർ കണ്ടൻറ്റോ ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മളോട് സംസാരിക്കുമാറാകട്ടെ. നമുക്ക് ജീവിതത്തിൽ എന്നെങ്കിലും, ഞാൻ എൻ്റെ സംഭവങ്ങളിൽ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഒരു എൻഗേജ്മെൻറ്റിന് വേണ്ടി മാത്രമാണ്. ജീവിതത്തിൽ എന്നെങ്കിലും ഒരു സെക്കൻഡ് ചാൻസ് കിട്ടിയവരുണ്ടോ? ലൈഫിലൊരു സെക്കൻഡ് ചാൻസ്. താങ്ക് യു. സാധനച്ചാൻ ഓൾറെഡി കൈപൊക്കി. ഓൾലിച്ചാൻ എനിക്ക് കൈപൊക്കേണ്ട കാര്യമില്ല. അറ്റ്ലീസ്റ്റ് അതും ഒന്ന് റിയലൈസ് ചെയ്യാനായിട്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ജീവിതത്തിൽ നമുക്ക് ദൈവം ഒരു 2ാം ചാൻസസ് തരാറുണ്ട്, തന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ എത്ര പേരാണ് ആ 2ാം ചാൻസ് വളരെ പ്രോപ്പറായി ഉപയോഗിക്കുന്നത്? പലപ്പോഴും നമുക്ക് മനസ്സിലാകാറ് പോലുമില്ല എൻ്റെ 2ാം ചാൻസ് ആണ് ഇത്. ഇന്നലെ 4 മണിയൊക്കെ ഒരു ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് ഓഫീസിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ആൾക്കാരിങ്ങനെ പരക്കം പായാണ്, മോനെ ബാഗൊക്കെ പാക്ക് ചെയ്തോന്നാണ് ചോദിക്കുന്നത്. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? ഞാൻ അത്ര ന്യൂസുമായിട്ട് വലിയ കണക്റ്റഡ് അല്ലാത്തതുകൊണ്ട് എനിക്ക് പിന്നെ ഞാൻ പെട്ടെന്ന് ന്യൂസൊക്കെ എടുത്ത് നോക്കാൻ നോക്കി. ബാഗൊക്കെ പാക്ക് ചെയ്തോ ചോദിച്ചു. ജുഫേറിലാണോ താമസിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ജുഫേറിലല്ല താമസിക്കുന്നത്. അവരുടെ ഒരു ബേസ് അവിടെ ഉണ്ട്. അടി ചിലപ്പോൾ എപ്പോൾ വേണേലും വീഴാം എന്ന് ഇങ്ങനെ പറയുകയുണ്ടായി. അപ്പോൾ ആൾക്കാർ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുക. ഇന്നലെ നടന്ന അപകടം ഒരിക്കൽ പോലും മനുഷ്യൻ മനസ്സിൽ പോലും കാണാത്ത ഒരു ചിന്തയാണ് ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ സംഭവിച്ചിരിക്കുന്നത്. 242 ആൾക്കാരുടെ ജീവൻ ആ സമയത്ത് ഇല്ലാതാകുകയായിരുന്നു. വളരെ പ്രതീക്ഷയോടെ യാത്ര ചെയ്യുന്ന ഒത്തിരി പേരുടെ ജീവൻ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായിപ്പോയി. ഹാഷ്ടാഗ് വെച്ച് ഫേസ്ബുക്കിലും അവിടെയും ചോദിക്കുന്നുണ്ട്, ദൈവം ഉണ്ടോ? റീലൊക്കേറ്റ് ചെയ്യുന്നവർ, UK പഠിച്ചു നടാൻ പോകുന്നവർ. എന്നാൽ നമുക്കിന്ന് പകൽക്കാലം മനസ്സിലാകും കർത്താവ് ഉണ്ടോ എന്ന്. നമ്മളോട് തന്നെ ചോദിച്ചാൽ മനസ്സിലാവും. നമ്മുടെ ജീവിതത്തോട് തിരിച്ചു ചോദിച്ചാൽ മനസ്സിലാകും കർത്താവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, അല്ലേ? നമ്മൾ ഇതിനെപ്പറ്റി ഒത്തിരി ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ചോദ്യത്തിന് മുമ്പിൽ നമ്മൾ പതറേണ്ടവരല്ല. ഏത് ജെൻഡറിൽ ജനിക്കാൻ അവകാശമില്ലാത്ത ഞാൻ എങ്ങനെ മരിക്കണമെന്ന് തീരുമാനിക്കാൻ നമുക്ക് അധികാരമില്ല. ഏത് കുടുംബത്തിൽ, ഏത് കുലത്തിൽ ജനിക്കണമെന്ന് പറയാൻ അവകാശമില്ലാത്ത എനിക്കും നിനക്കും മരണം എങ്ങനെയാകണമെന്ന് ഡിസൈഡ് ചെയ്യാൻ അത് സർവശക്തന്റെ കയ്യിൽ അത് നിക്ഷിപ്തമാണ്. ചോദ്യം ചെയ്യുവാൻ നമുക്ക് അവകാശമില്ല. ബൈബിളിലുടനീളം നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു വലിയ റിവൈവൽ ഉണ്ട്. ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാം? ഒരു നേഷൻ കംപ്ലീറ്റ്ലി റിവൈവായി. ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാം? ഇസ്രായേൽ. അതൊക്കെ ഞാൻ എങ്ങോട്ടാ നിങ്ങൾ ഈ ബൈബിളിന്റെ ഉടനീളം ഈ ഒരു കംപ്ലീറ്റ് നേഷൻ ഒറ്റ മെസ്സേജിൽ the entire nation turned back to God. The entire nation. അവിടുത്തെ മൃഗങ്ങൾ ഉൾപ്പെടെ
എല്ലാവരും തിരിഞ്ഞു ദൈവത്തിലേക്ക് നോക്കി. ഹല്ലേലൂയ. ലൈഫിലെ സെക്കൻഡ് ചാൻസ്, എനിക്ക് സെക്കൻഡ് ചാൻസ് ആണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, എനിക്ക് മൈറ്റ് ബി എ ഫൈനൽ ചാൻസ്. വി ഡോണ്ട് നോ ഇറ്റ്സ് എ സെക്കൻഡ് ചാൻസ് ഓർ ഇറ്റ്സ് എ ഫൈനൽ ചാൻസ്. നോ വൺ നോസ്. ആർക്കും അറിയില്ല. ബട്ട് യു ഹാവ് ടു യൂസ് ഇറ്റ് റൈറ്റ് ടൈം. ഇതാണ് ഇന്ന്, ഈ സമയം. ഈ ആരാധന കഴിഞ്ഞ് പോകുന്നതിന് മുമ്പല്ല, ഈ സമയം ദൈവത്തിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ നമ്മൾ തയ്യാറാകണം. യോനയെ നിങ്ങൾക്കറിയാം. ഞാൻ അങ്ങോട്ടാ പോകുന്നത്. യോനയോട് പറഞ്ഞു നിനവയിലേക്ക് പോകാൻ പറഞ്ഞു. യോന എങ്ങോട്ട് പോയി? തർശീസിലേക്ക് പോയി. നിങ്ങൾക്കറിയാവുന്ന കഥയാണ്. ഞാൻ എൻ്റെ കണ്ടന്റ് ഒറ്റ കാര്യമുള്ളൂ, ദ സെക്കൻഡ് ചാൻസ്. Our God is a God of a second chance. നമ്മുടെ ദൈവം രണ്ടാമത് ഒരു അവസരം തരുന്ന കർത്താവാണ്. ഇനി രണ്ടാമതൊന്നും പറയാൻ പറ്റത്തില്ല. The God of giving you a multiple chance. യൂസ് ചെയ്യാൻ നമ്മൾ തയ്യാറാവാം. യോനയോട് പറഞ്ഞു നിനവയിലേക്ക് പോകുക. അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ യോന എന്ത് ചെയ്തു? നിങ്ങൾക്കറിയാവുന്ന കഥയാണ്. എന്ത് ചെയ്തു? ഞാൻ വളരെ വേഗത്തിൽ അവസാനിപ്പിക്കും, അടുത്ത മെസ്സേജ് കേൾക്കാനുണ്ടല്ലോ. എന്ത് ചെയ്തേ? തർശീസിലേക്ക് പോയി. ഏകദേശം ഞാൻ നിനവയും തർശീസുമായിട്ടുള്ളൊരു മാപ്പ് എടുത്ത് നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഏകദേശം ഒരു 4800 കിലോമീറ്ററോളം ദൂരമുള്ള ഒരു സ്ഥലത്തേക്ക് അവൻ പാഞ്ഞു പോവുകയാണ്. പക്ഷേ എന്താ സംഭവിക്കുന്നത്? ഞാൻ കഥയുടെ ഒരു വലിയ സ്റ്റോറി ഞാൻ നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നില്ല. യേശു കർത്താവ് പോലും റെഫർ ചെയ്ത്, ആൾക്കാർ പറയുന്നത് ഒരു ഫിക്ഷണൽ സ്റ്റോറിയാണെന്ന് പറയും. ഒരു ഫിക്ഷനാണ്. മീനിന്റെ വയറ്റിലൊക്കെ 3 ദിവസം കിടക്കുക, എങ്ങനെ സർവൈവ് ചെയ്യുക എന്നൊക്കെ ലോകം പറയുന്നത് ഒരു ഫിക്ഷണൽ സ്റ്റോറിയാണ്. ബട്ട് ഗോഡ് ഈസ് റെഫറിംഗ് ദിസ്. അവർ ജീസസ്, നമ്മുടെ കർത്താവ് ഇതിനെ റെഫർ ചെയ്തുകൊണ്ടാണ് പറയുന്നത്. സോ നമുക്ക് വിശ്വസിക്കാൻ മറ്റൊന്നും വേണ്ട. യേശു കർത്താവിനെ റെഫർ ചെയ്തുകൊണ്ട് പറഞ്ഞു ഇതൊരു ഫിക്ഷണൽ സ്റ്റോറി അല്ല, ഒരു മാൻ മേഡ് സ്റ്റോറി അല്ല. ഇത് ഒരു നേഷന്റെ റിവൈവൽ നടക്കുകയാണ് ഇവിടെ. അപ്പോ തർശീസിലേക്ക് പോകണ്ട, നിനവയിലേക്ക് പോകണ്ട യോന തർശീസിലേക്ക് പോകുന്നു. സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഫസ്റ്റ് ദൈവം അരുളപ്പാട് കൊടുക്കുന്നു, നീ പോക നിനവയിലേക്ക്. കേട്ടോ? കേട്ടില്ല. എങ്ങോട്ട് പോയി? തർശീസിലേക്ക് പോയി. കാരണമൊന്നും അവിടെ പറയുന്നില്ല. 4-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ പറയുന്നുണ്ട് അതിന്റെ കാരണം. അവൻ പറയുന്നൊരു കാരണം. പക്ഷെ ഞാനൊരു 2 കാരണം ഇടുക. ഒന്നാമത്തെ കാരണം, ആ ജനത്തിന്റെ അടുത്തേക്ക് നിങ്ങൾ ദുഷ്ടപ്രവൃത്തി ചെയ്യുന്നു, നിങ്ങൾ നശിക്കുമെന്ന് പറഞ്ഞാൽ ഇവൻ അവിടെ അന്നേരം തീരും. അത്രയും വിക്കഡ് ആയിട്ടുള്ള പ്ലേസ് ആണത്. ഏറ്റവും മലിനമായ ജനം, അത്രയും ക്രൂരമായ ജനം തിങ്ങിപ്പാർക്കുന്ന, അത്രയും അഹങ്കാരത്തോടെ ജീവിക്കുന്ന ഒരു മഹാനഗരമാണ്. അപ്പം അവൻ അവിടെ സർവൈവ് ചെയ്യാൻ അവസരമില്ല എന്ന് അവൻ അറിയാം. 2, ഇവരോട് ഇനി ഇത് പറഞ്ഞാൽ ഇവർ റിപ്പന്റ് ചെയ്യാനുള്ള സാധ്യതകൾ പോലും ഇല്ല എന്ന് തീർച്ചയായും യോനയ്ക്കറിയാം. കാരണം അത്രയും റിപ്പൻഡൻസിന് ഒരു ചാൻസും ഇല്ല എന്ന് യോനയ്ക്ക് നന്നായി അറിയാം. മൂന്നാമത്തെ കാരണം മാത്രമാണ് യോന ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. നീ ദ ഗോഡ് ഓഫ് ഗ്രേസ്. ഇവൻ ഒരിക്കലും തിരിഞ്ഞു വരണമെന്ന് ആരാഗ്രഹിക്കുന്നില്ല. യോന ആഗ്രഹിക്കുന്ന, മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല ഈ ദേശം ഒരു മടങ്ങി വരവിലേക്ക് വരണമെന്ന് യോന മനസ്സുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, ആഗ്രഹിക്കുന്നു. യു ആർ എ ഗോഡ് ഓഫ് ഗ്രേസ്. എനിക്കറിയാം നീ ദയ കൊടുക്കുന്ന കർത്താവാണെന്ന്. തർശീസിലേക്ക് പോകുന്നു. എന്നാൽ അവിടെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ സ്റ്റോറിയിൽ നിന്ന് ഞാൻ വളരെ വേഗത്തിൽ ജമ്പിക്കുന്നു. ഒരു 3 ദിവസം ഒരു ബിഗ് ഫിഷിന്റെ വയറ്റിൽ യോന സർവൈവ് ചെയ്യാം. ഈ ഒരു വിഷയമാണ് പരീക്ഷന്മാരും ശാസ്ത്രിമാരും ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു അടയാളം ചോദിക്കുമ്പോൾ യേശു കർത്താവ് റെഫർ ചെയ്യുന്ന ഒരു വിഷയം ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഫിക്ഷണൽ സ്റ്റോറി അല്ല, ഒരു റിയൽ സംഭവം. അത് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാൽ എഴുതപ്പെട്ടത് തന്നെയാണ്. ഞാൻ ചോദിക്കുന്നത്, ലൈഫിൽ 2ാം ചാൻസ് കിട്ടിയോ എന്ന് എങ്ങനെ അറിയാം? How do you know you got a second chance? നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകും? ഞാൻ തീർച്ചയായും എന്നോട് പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. എങ്ങനെയാ മനസ്സിലാക്കാൻ കഴിയുന്നത് എനിക്കൊരു 2ാം ചാൻസ് കിട്ടിയ? ഈ 2ാം ചാൻസ് വർക്ക് ചെയ്യണമെങ്കിൽ അത് നമ്മുടെ സൈഡിൽ നിന്നൊരു ആക്ഷൻ ഉണ്ടാവണം.
ഈ രണ്ടാം ചാൻസ് നിങ്ങൾ കേൾക്കണം, വളരെ വ്യക്തമായി കേൾക്കണം. രണ്ടാം ചാൻസ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വ്യക്തമായും ദൈവത്തോട് റെസ്പോണ്ട് ചെയ്യണം. 3 days and he started crying. He started crying out. രണ്ടാമത്തെ അധ്യായത്തിൽ യോന കരയുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, അയ്യോ അയ്യം വിളിക്കുകയാണ്. ആ വാക്യം രണ്ടാമത്തെ അധ്യായം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: എനിക്കറിയാം രക്ഷ എവിടെ നിന്ന് വരുന്നു. ലുക്ക്, ദ സെക്കൻഡ് ചാൻസ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു റെസ്പോണ്ട് വേണം. എന്റെ രക്ഷ വരുന്നത് യഹോവയിൽ നിന്നാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എന്റെ രക്ഷ വരുന്നത് യഹോവയിൽ നിന്ന്. രണ്ടാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം എങ്ങനെയാ പറയുന്നത്? ഞാനോ സ്തോത്രനാദത്തോടെ നിനക്ക് യാഗമർപ്പിക്കും, നേരുന്നത് ഞാൻ കഴിക്കും. ദാറ്റ് ഈസ് അനദർ ഇമ്പോർട്ടന്റ് പോയിന്റ്. എനിക്ക് പറയാനുള്ള കാര്യം, ഞാൻ നേരുന്നത് ഞാൻ നിവർത്തിക്കും. ഇന്ന് പോകുന്നതിന് മുമ്പ് കർത്താവുമായിട്ടൊരു ഉടമ്പടി, ഒരു ഡിസിഷനും എടുത്തിട്ടേ പോകാം. ആ സെക്കൻഡ് ചാൻസ് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ, രണ്ടാമത്തെ അവസരം നമ്മളിൽ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ആ രണ്ടാമത്തെ അവസരത്തിൽ നമുക്ക് കാലുകുത്തി അത് നമ്മളിൽ അത് പ്രാവർത്തികമാകണമെങ്കിൽ, ആ ഗ്രേസിന്റെ പൂർണ്ണതയിലേക്ക് നമ്മൾക്ക് എത്തിപ്പെടണമെങ്കിൽ, നമ്മൾക്ക് നേർന്നത് ഞാൻ നിവർത്തിക്കും എന്ന് യോന ആ വയറ്റിൽ കടന്നുകൊണ്ട് പറയുക. ടുഡേ ദൈവമായിട്ടൊരു ഉടമ്പടിയിലേക്ക് വരിക. വി ഡോണ്ട് നോ, മൈറ്റ് ബി മൈൻ ഈസ് മൈ ലാസ്റ്റ് ചാൻസ്. നിങ്ങൾക്ക് ഫസ്റ്റ് ചാൻസ് ആയിരിക്കും, ഐ ഡോണ്ട് നോ. തിരിച്ചറിയുക, ഞാൻ ഏത് സിറ്റുവേഷനിലാണ് ഞാൻ ഇപ്പോൾ കറന്റ്ലി റൺ ചെയ്യുന്നത്. മടങ്ങി വരാനുള്ള അവസരം കർത്താവ് നമ്മുടെ മുമ്പിലേക്ക് നീട്ടുകയാണ്. പക്ഷെ മടങ്ങി വരാൻ, ആ സിറ്റുവേഷൻ വർക്ക് ചെയ്യണമെങ്കിൽ കർത്താവുമായിട്ടൊരു കോൺവെർസേഷനിലേക്ക് വരണം. ഈ കോൺവെർസേഷന്റെ എൻഡിൽ നിങ്ങൾ എടുക്കേണ്ട ഡിസിഷൻ ഉണ്ട്. ഈ ഡിസിഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ നേർന്നത് നിവർത്തിക്കും. എനിക്ക് മനസ്സിലായി, യു ബിലീവ്, ഞാൻ ബിലീവ് ചെയ്യുന്നു. എന്റെ രക്ഷ വരുന്നത് യഹോവയിൽ നിന്ന്. ആ സംസാരത്തിന്റെ റൈറ്റ് ആഫ്റ്റർ, ആ ഉടമ്പടിയുടെ റൈറ്റ് ആഫ്റ്റർ എവിടേക്ക് കൊണ്ട്? കരയ്ക്ക് കൊണ്ട് യോനയെ കൊണ്ട് തള്ളിയിട്ടു. ഇത് സംഭവിച്ചാൽ മാത്രമേ ഈ കരയ്ക്ക് അടുക്കുകയുള്ളൂ. ഈ കപ്പലോ അല്ലെങ്കിൽ ഈ ഫിഷോ കരയ്ക്ക് കൊണ്ട് നിന്നെ തള്ളണമെങ്കിൽ ഇതിനൊരു ഉടമ്പടിയിലേക്ക് നിങ്ങൾ വരണം, ഒരു ഡിസിഷനിലേക്ക് നിങ്ങൾ വരണം. നിങ്ങളുടെ പ്രതികൂലങ്ങളിൽ നിങ്ങൾ വിചാരിക്കും, ഈ സറൗണ്ടിങ്ങിൽ കാണുന്ന പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും എല്ലാം ദൈവമേ, എന്നെ ദൈവം കാണുന്നില്ലല്ലോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇറ്റ്സ് എ സെക്കൻഡ് ചാൻസ്. ദൈവം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഇത് രണ്ടാമത്തെ ചാൻസ് ആണ്. ദൈവത്തിന് എനിക്ക് ദയ തരാൻ നിനക്ക് താല്പര്യമുണ്ട്, എന്റെ ദയ നിന്റെ മേൽ ചൊരിയാൻ താല്പര്യമുണ്ട്. പക്ഷെ നീ എന്നുമായിട്ടൊരു ഉടമ്പടിയിലേക്ക് എത്തിപ്പെടണം. നോർമലി ഞാൻ ഈ വിഷയത്തിൽ ഇല്ലാത്തൊരു വിഷയമായിരുന്നു. ഞാൻ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഉള്ള ബൈബിൾ റീഡിങ് ഞാൻ വായിക്കാറുള്ളത്. 3 ദിവസത്തെ വാക്യം ഞാൻ വായിക്കാറുള്ള ശനിയാഴ്ച, അതാണ് ഓഫ് ഡേ ലോങ്. അതാണ് വ്യാഴാഴ്ച പ്രാർത്ഥനയുള്ളതുകൊണ്ട് ഞാൻ ഈവനിങ്ങിലാണ് വായിക്കാറുള്ളത്, പക്ഷെ വായിക്കാറില്ല. ഞാൻ ഇന്നലെ ആമോസിന്റെ പ്രവചന പുസ്തകം ഞാൻ ഇതുമായിട്ട് വളരെ കണക്റ്റഡായി, ഭയങ്കരമായിട്ട് കാണാം. ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് വല്ലാത്ത സന്തോഷം. എത്ര ഭംഗിയായിട്ട് കർത്താവ് സംസാരിക്കുന്നത്. ആമോസിന്റെ പുസ്തകത്തിൽ 4-5 അധ്യായം നിങ്ങൾ പോയി ഒന്ന് വായിച്ചു നോക്കണം. ഇസ്രായേലിനോട് പറയുന്നുണ്ട്. ഇസ്രായേലിനോട് എന്താ പറയുന്നേ? ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്. 4-ാമത്തെ 6-ാമത്തെ വാക്യം: അപ്പത്തിന് മുട്ടുവരുത്തിയിട്ടും നിങ്ങൾ എന്നിലേക്ക് തിരിഞ്ഞില്ല. കൊയ്ത്തിന് 3 മാസം മുമ്പ് മഴയെ ഞാൻ നിർത്തിയിട്ടും നിങ്ങൾ എന്നിലേക്ക് തിരിഞ്ഞില്ല. ഒരു കണ്ടത്തിൽ മഴ പെയ്യുന്നു, മറ്റേ കണ്ടത്തിൽ മഴ പെയ്യുന്നില്ല. എന്നിട്ടും നിങ്ങൾ എന്നിലേക്ക് തിരിയുന്നില്ല. 5-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങളുടെ സഭായോഗം ഞാൻ പ്രസാദിക്കുന്നില്ല. നിങ്ങൾ കൂടി വരുന്നുണ്ട്, നിങ്ങളുടെ ഭോജനയാകവും ഹനനയാകവും എനിക്ക് പ്രസാദമില്ല, എനിക്ക് വേണ്ട. ആരാധനയ്ക്കൊക്കെ കൂടിക്കോ, ആരാധനയ്ക്കൊക്കെ കടന്നു വന്നോ, വളരെ നമ്മൾ ടൈംലി വരുന്നു പോകുന്നു ഒക്കെ ചെയ്യുന്നുണ്ടോ? പക്ഷെ കർത്താവ് പറയുന്നു, എനിക്ക് 4-ാമത്തെ അധ്യായത്തിൽ ആമോസിനെ പറയുന്നുണ്ട്, എന്നെ അന്വേഷിക്കുക,
അതിനു മുമ്പ് പറയുന്ന 4-ാമത്തെ അധ്യായത്തിൽ പറയുന്ന 3 തവണ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നു, എന്നെ അന്വേഷിക്കുക, എന്നെ അന്വേഷിക്കുക, എന്നെ അന്വേഷിക്കുക. കർത്താവ് നമുക്ക് 2ാം ചാൻസ് ഉപയോഗിക്കാൻ ഇന്ന് പകൽ തരികയാണ്. എനിക്ക് തന്നു. ഞാൻ ഈ ഭൂമിയുടെ പരപ്പിൽ പോലും കാണണ്ടാത്ത പാപത്തിന്റെ അടിമത്തത്തിൽ എനിക്കും തള്ളപ്പെട്ടു പോകാമായിരുന്നു. എനിക്കും ജീവിതത്തിൽ ഒരു 2ാം ചാൻസ് തന്നിട്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ഐ ഡോണ്ട് നോ 2ാം ചാൻസ് ആണോ അതോ ഫൈനൽ ചാൻസ് ആണോ. ഞാൻ നിങ്ങളോട് പറയുവാനും എന്നോട് പറയുവാനും ആഗ്രഹിക്കുന്നത്, കർത്താവ് നമുക്ക് വീണ്ടും ഒരു അവസരം തരികയാണ്. നിനവേൽ എത്തിപ്പെട്ട യോന എന്താ ചെയ്യുന്നതെന്നറിയാമോ? അവരോട് ഒരു നാൾ വഴി ദൂരം എത്തിയിട്ട്, 3 ദിവസത്തെ വഴി ദൂരമുള്ള വലിയ മഹാനഗരത്തിൽ ഒരു ദൂരത്തെ വഴി എത്തിയിട്ട് അവൻ പ്രസംഗിച്ചു തുടങ്ങി. 40 ദിവസത്തെ ഒരു വിൻഡോ, യു ഗോയിങ് ടു ഗെറ്റ് എ 40 days വിൻഡോ. റിപ്പന്റ് ചെയ്യാനൊന്നും പറയുന്നില്ല, നിങ്ങൾ ഉന്മൂലനാശം വരും. റിപ്പന്റ് ചെയ്യാനൊന്നും പ്രസംഗത്തിലില്ല. അവൻ പറയുന്നത് നിങ്ങൾക്ക് ഉന്മൂലനാശം വരും. ഈ ദേശം 40 ദിവസത്തിനുള്ളിൽ ഉന്മൂലനാശം ഉണ്ടാവും. ഈ വചനം കേട്ട് ആ ഫുൾ നേഷൻ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സയൻസുകൾ വരാറില്ല. ഞാൻ സാറിനോട് ഇന്നലെ രാത്രി പറഞ്ഞ, ഗോഡ് ഗീവ്സ് സയൻസ്. നമുക്ക് കേൾക്കാൻ പറ്റത്തില്ലെങ്കിൽ കർത്താവ് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ദേ ഗീവ് us സയൻസ്. നമ്മുടെ മുമ്പിൽ സയൻസ് തരും, ലിറ്ററൽ സയൻസ്. ഇത് നമ്മുടെ മുമ്പിലുള്ള ദൈവം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സൈനാണ്. ഇഗ്നോട്ട് അതർ സൈൻ തരും. ഈ കണ്ടത്തിൽ മഴ, ഇവിടെ മഴയില്ല. നിങ്ങളുടെ അപ്പത്തിന് ഞാൻ മുട്ടുവരുത്തി, നിങ്ങൾ എന്നിലേക്ക് തിരിയുന്നില്ല. സയൻസ് തിരിച്ചറിയുക. ദൈവത്തിന്റെ വചനം നമുക്ക് സംസാരം കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ ദൈവം പിന്നെന്താ ചെയ്യുന്നേ? അടയാളങ്ങൾ കൊണ്ടുവരും. Turn around, including me. Turn around. Look to the God where the grace come from. നമ്മുടെ ദൈവത്തിന്റെ മറ്റൊരു പേരാണ് the God of grace. നമ്മുടെ ദൈവത്തിന്റെ മറ്റൊരു പേരാണ് the God of grace. Hallelujah. നിനവ മുഴുവൻ, രാജാവ് ഉൾപ്പെടെ എല്ലാവരും, മൃഗങ്ങൾ ഉൾപ്പെടെ രാജസന്നിധിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി, രാജാവ് ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങി റെട്ടൊക്കെ കൊടുത്ത് ദൈവത്തോട് നിലവിളിച്ചു. യോനയുടെ ദൈവത്തോട് നിലവിളിച്ചു. 2ാമത് അവസരം കൊടുത്തോ? ഇത്രയും വിക്കഡായിട്ടുള്ള പ്ലേസിൽ കർത്താവ് ഒരു 2ാം അവസരം കൊടുക്കണമെങ്കിൽ നമ്മളെ എത്രയധികം ദൈവം അവസരം തരും. ഹല്ലേലൂയ. ദൈവം അവർക്കൊരു 2ാം ചാൻസ് കൊടുത്തു. ആ നേഷനെ മുഴുവൻ എന്ത് ചെയ്തെന്നറിയാം? ബൈബിളിൽ ഉടനീളം വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയത്തില്ല ഇത്രയും വലിയൊരു റിവൈവൽസ്. ചോദിച്ചാൽ ഈ നേഷൻ മൊത്തത്തിൽ റിവൈവലിൽ വരികയാണ്. എവിടെയാ? കർത്താവിന്റെ ദയ. ഒറ്റ കാര്യമേ ഉള്ളൂ. അവർ പറയുന്നൊരു വാക്യമാണ്, ഞാൻ ഈ എഴുതി വെച്ച രീതിയിലൊന്നും അല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതേ ഫ്ലോയിൽ തന്നെയാണ് പോകുന്നത്. അവർ പറയുന്നുണ്ട്, ജോനയുടെ പുസ്തകം 3-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ അരുളി ചെയ്ത അനർത്ഥത്തെക്കുറിച്ച് അവൻ അനുതപിക്കുമായിരിക്കും. നമുക്ക് കരയാം, ട്രൈ ചെയ്യാം. ദൈവം ചിലപ്പോൾ നമ്മളുടെ ഈ പ്രതികൂലത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുമായിരിക്കും എന്നവർ തിരിച്ചു പറയുന്നുണ്ട്. ഇന്ന് പകൽക്കാലം കർത്താവ് നമുക്കൊരു 2ാം ചാൻസ് തരികയാണ്. യോനയ്ക്ക് 2ാം ചാൻസ് കിട്ടിയോ? യോനയ്ക്ക് 2ാം ചാൻസ് കിട്ടിയോ? കിട്ടി. നിനവയ്ക്ക് കിട്ടിയോ 2ാം ചാൻസ്? നിനവയ്ക്ക് കിട്ടി 2ാം ചാൻസ്. അങ്ങനെയെങ്കിൽ നമുക്ക് കിട്ടുമോ 2ാം ചാൻസ്? എത്ര പേര് വിശ്വസിക്കുന്നു എനിക്കറിയത്തില്ല. We all have a second chance. Second chance means it's a grace. 2ാം അവസരം എന്ന് പറഞ്ഞാൽ it's a grace. +2-ന്റെ 2ാം തവണ തോറ്റ്, 2ാം തവണ തോറ്റ് 3ാമത്തെ തവണ എസ്സേ എഴുതാൻ പോകുമ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ ഓടുന്ന ജീവിതം, ദൈവമേ എനിക്ക് മുമ്പോട്ടുള്ളൊരു സ്റ്റെപ്പില്ലല്ലോ എന്നാ. എനിക്ക് തേർഡ് ചാൻസ് ആണ്. തേർഡ് ചാൻസ്. അന്ന് സത്യം പറഞ്ഞാൽ അത് എൻകറേജ് ചെയ്യാൻ പാടില്ല. അതെനിക്ക് ബയോളജി മാത്സ് ഞാൻ എഴുതിയെടുത്തു. പിന്നെ 2ാമത് പിന്നെയും ഒരു സേ വന്നു ബയോളജിക്ക് വന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, എന്നാലും ഒരു എക്സൈറ്റ്മെൻറ്റിൽ പറയുകയാണ്. അന്ന് വന്ന ടീച്ചർ എന്നോട് പറഞ്ഞില്ല, സ്കൂളിൽ ആ ക്ലാസ് ഇരുന്ന പുള്ളിക്കാരി പോയി വാതിക്കലോട്ട് നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ വെച്ച് എഴുതിക്കോളാം. ഞാൻ ആരെയും എനിക്കറിയാം, കൊച്ചുങ്ങളില്ലല്ലോ അല്ലേ, കുഴപ്പമില്ല.
ഞാൻ ലേബറിൻ്റെയോ എന്തുവാ മറ്റേ ഇന്ത്യ മറ്റേ ഒരു ഗൈഡ് പോലത്തെ സാധനം ഉണ്ടല്ലോ, വി ഗൈഡ്, ഇതൊക്കെ വെച്ച് ഫുഡ് സാറ് പുള്ളിക്കാരി ഇങ്ങോട്ട് നോക്കണല്ലോ, പുള്ളിക്കാരി അവിടെ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കി. ഗോഡ് ഇസ് എ ഗോഡ് ഓഫ് സെക്കൻഡ് ചാൻസ്. ലൈഫിന്റെ ടേൺ അവിടെ നിന്ന് മാറും. ഒരു പക്ഷെങ്കിൽ പരാജയപ്പെട്ടാൽ ലൈഫ് എവിടെയാണെന്ന് നമുക്ക് പോലും അറിയില്ല. ചിലപ്പോൾ മൈറ്റ് ചൂസ് അനദർ ഓപ്ഷൻ. ലൈഫ് വിൽ ടേക്ക്. കർത്താവ് നമ്മളോട് കാണിക്കുന്ന ദയയ്ക്ക് ഒരു പരിധിയില്ല. കർത്താവ് എന്നോട് കാണിച്ച ദയയ്ക്ക് ഒരു പരിധിയില്ല, അതെനിക്ക് പറയാൻ പറ്റും. എൻ്റെ കുടുംബത്തോട് കാണിച്ച ദയയ്ക്ക് ഒരു പരിധിയില്ല. വ്യക്തിപരമായി എന്നോട് കാണിച്ച ദയയ്ക്ക് ദൈവത്തിന് ഒരു പരിധിയില്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്, ഇത് സെക്കൻഡ് ചാൻസും അല്ല, തേർഡ് ചാൻസും അല്ല, ഇറ്റ് മൈറ്റ് ബി എ ഫൈനൽ ചാൻസ്. ടേൺ ബാക്ക്. ആമേൻ. ഈ പരീക്ഷന്മാരും ശാസ്ത്രിമാരും യേശുവിനോട് ചോദിക്കുന്നുണ്ട്. അവരോട് ഉത്തരം പറയുന്ന ഒരു വാക്ക് ഞാൻ നിങ്ങളെ ഉദ്ധരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ യോനയേക്കാൾ വലിയവൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ യോന പ്രവാചകനേക്കാൾ വലിയവൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ അടയാളം ചോദിക്കുക. ഈ യോനയേക്കാൾ വലിയവനായ കർത്താവ് മാനവരാശിയുടെ പാപപരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി. രണ്ട് കള്ളന്മാരുടെയും ദുഷ്പ്രവർത്തിക്കാർ, രണ്ട് വാക്കുകൾ, രണ്ട് സുവിശേഷങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട്, രണ്ട് കള്ളന്മാരോ ദുഷ്പ്രവർത്തിക്കാരോ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും കരുതിക്കോ, അവരുടെ നടുവിൽ കിടക്കുമ്പോൾ ഒരു ദുഷ്പ്രവർത്തിക്കാരൻ പറയുന്നു, അവനെ ത്യജിച്ചു പറയുമ്പോൾ മറ്റേ കള്ളൻ, മറ്റേ ദുഷ്ടൻ ഇങ്ങനെ പറയുക, നിനക്ക് നാണമില്ലേ? നീ കുറ്റം ചെയ്തിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് കിടക്കുമ്പോൾ കുറ്റം ചെയ്യാതെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കിടക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ നടുവിൽ കിടക്കുന്നത് നാം പറയുക. വീണ്ടും പറയുന്നു, നിനക്ക് എങ്ങനെ കഴിയുന്നു? എന്നാൽ ഈ കള്ളൻ എന്താ ചെയ്തെന്നറിയാം? ദൈവത്തിൻ്റെ മുഖത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് മരണത്തിൻ്റെ അവസാന സമയത്ത് കർത്താവിൻ്റെ ക്രൂശിൽ കിടക്കുന്ന യേശു കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, കർത്താവെ, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ. നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ ഞാൻ, that's what I'm taking you there. There is a second chance. ആ പുള്ളിയുടെ സെക്കൻഡ് ചാൻസ് അല്ലായിരുന്നത്. സെക്കൻഡ് ചാൻസ് ആയിരുന്നു ലിൻസ. അത് എന്തോ ചാൻസ് ആയിരുന്നത്? ദ ഫൈനൽ ചാൻസ്. കർത്താവെ, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ കൂടെ ഓർക്കണം. അങ്ങനെ മുഖത്തോക്ക് നോക്കിയിട്ട് പറയാ, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലേക്ക്. എനിക്ക് രോമാഞ്ചം കൊള്ളുന്നു. ഏത് കാൽക്കുലേഷനാ, നമ്മുടെ ഗോളം പറയുന്ന ഏത് ക്വാളിഫിക്കേഷനാണ് ആ പുള്ളിക്കുള്ളത്? വാട്ട് ക്വാളിഫിക്കേഷൻ യു കാൻ കൗണ്ട്? ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിപ്പെടുവാൻ നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസവും നമ്മുടെ ഹൃദയത്തിൻ്റെ ഉറപ്പും അവൻ നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ള ഒറ്റ ചിന്തയും, അതിൽ ജീവിക്കുവാൻ നമ്മൾ എടുക്കുന്ന തീരുമാനം. ഹല്ലേലൂയ. അവനെ പറുദീസയിൽ കൊണ്ടുപോകാൻ ആര് തയ്യാറായി? അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ചോദിക്കും, നിന്റെ സർട്ടിഫിക്കറ്റ് ചോദിക്കും, സ്ഥാനപ്പെട്ടായിരുന്നോ? സ്ഥാനപ്പെടണ്ടെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ, അതല്ല നമ്മുടെ വിഷയം, അതല്ല. അവിടെ ചെല്ലുന്ന ഒരു കാവൽക്കാരി ചോദിക്കും, മോനെ നീ എത്ര പ്രാവശ്യം സൺഡേ സ്കൂളിൽ പോയി, എത്ര പ്രാവശ്യം ബൈബിൾ പഠിച്ചു, എത്ര പ്രാവശ്യം ബൈബിൾ വായിച്ചു? നോ, ഹി ചൂസ് ദ ഫൈനൽ ചാൻസ്. അപ്പം ഒരു ഓപ്ഷൻ കിട്ടി, ഫൈനൽ ചാൻസ് നമുക്ക് യൂസ് ചെയ്യാം, കിട്ടും. പക്ഷെ ആ ഫൈനൽ ചാൻസ് ആണോ എന്ന് നമ്മൾ പോലും അറിയില്ല. ഇന്നലെ ഫ്ലൈറ്റ് യാത്ര ചെയ്തവരെ അവർ പോലും അറിഞ്ഞിരുന്നില്ല ദ ലാസ്റ്റ് ട്രാവൽ, ലാസ്റ്റ് മിനിറ്റ്. നോ വൺ നോസ്. ലൈഫ് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ നമുക്ക് മരണത്തിന് മുമ്പ് നമ്മൾ കൊണ്ടുപോയി ദൈവമേ എല്ലാം കൂടെ അങ്ങ് ക്ഷമിക്കണേ എന്ന് പറയാമായിരുന്നു. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് തന്നിട്ടില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ തന്നിട്ടില്ല കർത്താവ്. ദൈവത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ആമോസിന്റെ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് നിങ്ങൾ വായിക്കണം. ഞാൻ നിങ്ങളെ പല തവണ നിങ്ങളോട് ഞാൻ പറയാൻ ശ്രമിച്ചു, നിങ്ങൾ എന്നിലേക്ക് നോക്ക്, എന്നെ അന്വേഷിക്ക്. നിങ്ങൾ അതിന് കൂട്ടാക്കിയില്ല. എന്നാൽ ഒരു ചെറിയ ഗണത്തെ ആമോസിന്റെ അവസാനം പുസ്തകങ്ങളിൽ പറയുന്ന ഒരു ചെറിയ ഗണത്തെ അവൻ വേർതിരിക്കും. ആരൊക്കെ അവനെ അന്വേഷിക്കുന്നു അവർക്ക് വേണ്ടി കർത്താവ് വീണ്ടും വരും.
തേജസ്സിൽ ഞങ്ങൾ ഇന്നലെ പഠിച്ചതും തേജസ്സിൻ്റെ മഹിമയിലേക്ക് കൊണ്ടുപോകുവാൻ കർത്താവ് നമ്മളെ ചേർക്കുവാൻ വേഗം വരും. ഞാനൊരു ആശ്വാസ വചനമാണോ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നു, നമുക്ക് വീണ്ടും ഒരവസരമുണ്ട്. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് കർത്താവിലേക്ക് തിരിഞ്ഞു മടങ്ങി വരിക, കർത്താവിലേക്ക് തിരിഞ്ഞു നോക്കുക. കർത്താവിന് ഞാൻ പറഞ്ഞില്ലേ, സെക്കൻഡ് ചാൻസ് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒരു തീരുമാനം വേണം. നിങ്ങളിൽ നിന്ന് വാഗൊണ്ടും നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടും ഒരു തീരുമാനമുണ്ടായിരിക്കണം. ഞാൻ നിന്നിലേക്ക് മടങ്ങുന്നു. ഇതാണ് അങ്ങുമായിട്ടുള്ള എൻ്റെ കമ്മിറ്റ്മെൻറ്റ്. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.